Yes, yeah guys. ഇന്നൊരു വെറൈറ്റി സാധനമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വേറെ ഒന്നല്ല, ഇതിനകത്ത് കിടക്കുന്നതാണ് ആ വെറൈറ്റി ഐറ്റം. മഴക്കാലമാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷൂവോ അല്ലെങ്കിൽ ചെരുപ്പോ പുതിയ ചെരുപ്പുകൾ ഇട്ട് പുറത്തോട്ട് പോവുകയാണെങ്കിൽ മഴ നനയും അല്ലേ. വണ്ടിയിലൊക്കെ പോകുന്നവർക്ക് മഴയൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. ചെളിയിലൊക്കെ പോകുമ്പോൾ ചെളിയൊക്കെ ആയി ആകെ നാശമാവും. നമ്മുടെ ഷൂ ഒക്കെ നാശമായി പോകാൻ സാധ്യതയുണ്ട്. ഈ മുതലുണ്ടെങ്കിൽ നമ്മുടെ ഷൂവിൻ്റെ മുകളിലൊക്കെ നമുക്ക് ധരിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണേലും ചളിയിലോ വെള്ളത്തിലോ മലയിലോ കുന്നിലോ ഏത് പണ്ടാരത്തിനിടയിൽ വേണേലും പോകാമെന്നാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അതേണ്ട മച്ചന്മാരെ, ഇതിനകത്ത് വന്നേക്കുന്ന ഐറ്റം പുറത്തെടുത്ത് നമുക്ക് ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നതൊക്കെ സത്യമാണോ, ഇത് ധരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഷൂ നനയാതെ നമുക്ക് പുറത്തോട്ടൊക്കെ സഞ്ചരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. നോക്കിയാലോ? ഇതേ പോണം എന്തോ താഴോട്ട്. അപ്പോൾ അതേണ്ട ഗൈസ്, ഇതാണ് നമ്മളെ ഐറ്റം. ഇതൊരു പേപ്പറിനകത്തൊക്കെ പൊതിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്, മീൻ പൊതിഞ്ഞ് തരുന്ന പോലെ. എന്താ വവ്വാലോ? ഇവിടെ ഗ്രിപ്പൊക്കെ ഉണ്ട് കേട്ടാ. അത് സിലിക്കോണിൻ്റെ മണം. ഇനി ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കണം, ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ഇരുന്നിട്ട് ചെയ്യും. ഒരു റബ്ബർ ടൈപ്പ് സാധനം കേട്ടോ വന്നേക്കുന്നത്. നോക്കിയാൽ കണ്ടാ, സിലിക്കോൺ മിക്സ്ഡ് റബ്ബറോ അങ്ങനെ എന്തോ ആണ് സംഭവം. ഇതിനകത്ത് എഴുതിയേക്കുന്നത് സിലിക്കോൺ മിക്സ്ഡ് എന്നാണ്. പിന്നെ വേണ്ട ഇതിൻ്റെ താഴെ കണ്ട ഗ്രിപ്പ്. അപ്പോൾ ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇത് എത്ര കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊന്നും അറിഞ്ഞുകൂടാ. ഇത് കീറിപ്പോകാൻ സാധ്യത, സിലിക്കോണാണ് ചിലപ്പോൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ബട്ടൺ കണ്ട, നമ്മുടെ ചെരുപ്പിനകത്തൊക്കെ തരുന്ന ബട്ടണാണ്. ഈ ബട്ടൺ തന്നെ നമ്മൾ രണ്ട് ഭാഗത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിനെങ്ങനെ കുടുക്കിയിടണം. അത് ഇങ്ങനെ തന്നെ അല്ലടേ. അതെ, ഇങ്ങനെ നമ്മൾ ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണ്ട. സിമ്പിൾ പരിപാടി. ഇനി ഇവിടെ കണ്ടിട്ട് ഇവിടെ കുറച്ച് വിടുത്തുള്ള പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു വിടുത്ത് എൻ്റെ കാലിൽ ചിലപ്പം നല്ല ഗ്യാപ്പ് കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ കാല് കുറച്ച് മെലിഞ്ഞായതുകൊണ്ട്. നല്ല വണ്ണമുള്ള കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് സെറ്റായി നിൽക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കാലിലോട്ട് എൻ്റെ ഷൂ ഇതിനകത്ത് ഇടാൻ വേണ്ടി പോവുകയാണ്. ഇത് ഞാൻ മേടിച്ചേക്കുന്ന ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ ഞാൻ മേടിച്ചേക്കുന്നത് ഇത് എക്സൽ കേട്ടോ. എൻ്റെ കാലിൻ്റെ ഈ ചെരുപ്പിൻ്റെയും ഷൂവിൻ്റെയൊക്കെ സൈസ് വരുന്നത് 10 ആണ്. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്ന എക്സൽ എന്ന് പറഞ്ഞ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഷൂ നല്ല ഉണങ്ങി ചുക്കായി നിൽക്കുന്ന ഷൂ ആണ്. ഇതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് ചളിയിലൊക്കെ പോയിട്ട് കളിച്ച് നോക്കണം, ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതേ നോക്കിയാൽ ഞാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഞാൻ ഈ വലത് കാലിലോട്ടാണ് ഈ സാധനം ഇടുന്നത്. നമ്മൾ സോക്സൊക്കെ ഇടുന്ന പോലെ നമ്മൾ ഷൂവിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് നമ്മൾ ഇങ്ങനെ തന്നെ ഇടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. എന്തുവാണ് ഇത് കയറുന്നില്ലല്ലോ. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. നോക്കിയതാ. അപ്പം ഞാനിങ്ങനെ ഇതിനെ ഒട്ടിക്കണം ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. നമ്മളെ ഷൂ ഒട്ടും കാണത്തില്ല. പിന്നെ വെള്ളം കടക്കാൻ ആകെ സാധ്യത ഉള്ളത് ഈ ഒരു സൈഡിൽ കൂടെ മാത്രമാണ്, ഈ മോൾ ഭാഗത്തൂടെ മാത്രമാണ്. എനിക്ക് വേണമെങ്കിൽ പാൻറ്റ് വെച്ച് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റും. കണ്ടോ, ഷൂ കാണൂല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. വേറൊരു ഷൂ ഇട്ടേക്കുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേണ്ട സംഭവം സെറ്റാണ് കേട്ടോ. സംഭവം സെറ്റാണ്. നല്ല അടിപൊളിയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വേണമെന്ന് എണീറ്റ് നിന്ന് കാണിച്ചു തരാം. നോക്കിക്കോ, കണ്ടോ, ക്ലിയർ അല്ലേ? അപ്പോൾ അതേണ്ട രണ്ടാമത്തെ കാലിൻ്റെ ലെഫ്റ്റ് ലെഗിൻ്റെ ഈ ഒരു ഷൂ കവറും കൂടെ നമ്മൾ ഇട്ടിട്ട് നമ്മളിത് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെരുപ്പിനകത്തൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ചെരുപ്പിട്ട് പോകുമ്പോൾ ഇത് ഇങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഇതേ ഗൈസ്, അടുത്തായിട്ട് ഇതേൻ്റെ ചെരുപ്പിലാണ് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ ചെരുപ്പൊക്കെ നമ്മൾ വലിയ വലിയ കമ്പനിയുടെ വലിയ ബ്രാൻഡിൻ്റെയൊക്കെ ചെരുപ്പ് വലിയ പൈസ കൊടുത്തിട്ട് വെള്ളം നനയാൻ പറ്റാത്ത ചെരുപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇത് സൂട്ടാണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഇതേണ്ട ഇത് ലെഫ്റ്റ് ലെഗിൻ്റെ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇടത്തെ കാലിലോട്ട് ഇത് ധരിക്കാൻ വേണ്ടി പോവാണ്. നോക്കിയേ, എൻ്റെ ചെരുപ്പ് കുറച്ച് ചളിയൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ കഴുകിയിട്ടില്ല. ആരും തന്നെ തെറി വിളിക്കരുത്. അതേ കാലിലോട്ട് കയറ്റുവാണേ. സംഭവം നിൽക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇട്ട പോലെ തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷെ അത് നമുക്കിത് ഈ ഒരു പാൻറ്റ് വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളിത് ചെരുപ്പിൻ്റെ മുകളിലിട്ടാൽ ഉണ്ടാവുക. ഒരു കാലിൽ ചെരുപ്പ്, ഒരു കാലിൽ ഈ ചെരുപ്പിൻ്റെ മുകളിൽ ഈ സാധനം കണ്ടാ. ഞാൻ എണീറ്റ് നിന്ന് കാണിച്ചു തരാം. നോക്ക്, നമ്മളെ വില കൂടിയ ചെരുപ്പുകളൊക്കെ നനയാൻ പറ്റാത്ത ചെരുപ്പുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഇട്ടിട്ട് നടന്നു കഴിഞ്ഞാൽ നനയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കണം.
വരൂ. അപ്പോൾ ഇതേണ്ട മച്ചന്മാരെ നമ്മളിത് ഇവിടെ ചളി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യാത്തതുകൊണ്ട് നമ്മളിവിടെ ചളി ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്, വെള്ളം ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്. ഈ 2 കല്ലിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിടുന്നത്. ഇവിടെയൊക്കെ നല്ല കട്ട ചളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതേ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഷൂ ഉണ്ട്, ഇതിനകത്ത് ഷൂ ഉണ്ട് കേട്ടോ. നോക്കിയോ, ഇതേ ഇവിടെ നല്ല വെള്ളമുണ്ട്. ഞാനത് വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. ചിലപ്പോൾ എൻ്റെ പാൻറ്റ് നനയാൻ സാധ്യതയുണ്ട്. ഞാൻ ഇറങ്ങുവാണേ, ഇടതുകാല് വെച്ച് ഇറങ്ങാം. ഇത് കണ്ട, ഇവിടെ എത്രത്തോളം വെള്ളമുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ കാല് മുങ്ങുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നോർമലി നമ്മൾ നടക്കുന്ന ഏതാണ്ട് ഇങ്ങനെയാണ്. ഒരു ചേഞ്ചിന് വേണ്ടി ഇതിങ്ങനെ നടന്നാലും നമ്മളെ കാല് വെള്ളം തട്ടത്തില്ല. വേണ്ടോ, ഞെരിയാണി വരെയൊക്കെയുള്ള ചളിയൊക്കെ ആണെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിൽ പോകാൻ പറ്റും കേട്ടോ. ഷൂ ഇട്ട് തന്നെ പോകാൻ പറ്റും. എന്ന് നോക്കിയാൽ വെള്ളം കയറാനായിട്ട് ആകെയുള്ള ഒരു വഴി ഇത് മാത്രമാണ്. അപ്പോൾ ഇത്രക്കറ്റം വെള്ളം ഉണ്ടെങ്കിലും നമ്മളെ ഷൂ നനയത്തില്ല. ഇത് ഈസി ആയിട്ട് ചളി കൂടെ നടക്കണ്ട. ഇങ്ങനെയൊക്കെ കളിക്കുമ്പോൾ എൻ്റെ പാൻറ്റിൽ ചളിയാവാന്നല്ലാതെ ഷൂവിനകത്തോട്ട് വെള്ളം വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ലീക്കുണ്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ വെള്ളം കയറാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നമുക്കിത് അഴിച്ചിട്ട് ഷൂ ചെക്ക് ചെയ്ത് നോക്കാം. വേണ്ട മച്ചന്മാരെ, അടുത്തായിട്ട് നമ്മളെ ഷൂ ഇപ്പം നമ്മൾ ഈ ചളിയിൽ കളിച്ച് വന്നേക്കുന്നതാണ്. ഇതേ കണ്ട, ഞാനത് അഴിച്ച് നോക്കട്ടെ, അഴിച്ച് കാണിച്ചു തരാം ഇതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. ആദ്യം ഓരോ കാലമായിട്ട് അഴിച്ചു തരാം. ബാ, ഇതേ ഇവിടെയൊക്കെ വെള്ളമുണ്ട്. എൻ്റെ പാൻറ്റിലൊക്കെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇതേ ഞാൻ അഴിച്ചു, 2 ബട്ടൺ അഴിച്ചിട്ടുണ്ട്. ഇതേണ്ട ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നോക്കിയാൽ എൻ്റെ കാലിൻ്റെ അകത്ത് ഒരു തുള്ളി പോലും വെള്ളമായിട്ടില്ല. ഈ കാലുകൂടെ കാണിച്ചു തരാവേ. നോക്കിയാൽ ഇത് സിമ്പിളായിട്ടിങ്ങനെ അഴിച്ചിങ്ങെടുക്കുക. ആകെ ആയേക്കുന്നത് എവിടെയാണ്? ഇത് ഞാൻ തെറിപ്പിച്ച വെള്ളം തെറിച്ചാണ് ഈ ഭാഗത്തോട്ട് തെറിച്ച് വന്നതാണ്. നോക്കിയാൽ ഷൂവിൻ്റെ ഒരു ഭാഗത്ത് പോലും വെള്ളം കടന്നിട്ടില്ല. വെള്ളം ആയതിൻ്റെ പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഉണ്ടോ, നമ്മുടെ ഷൂവിനകത്തോട്ട് ആ ചളിവെള്ളം കയറിയിട്ടില്ല. അപ്പോൾ ഇവന് ഇവിടെ ലീക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്താണ്. ഇവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ലീക്കും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ചിലപ്പോൾ ഇത് പിടിച്ച് വലിച്ച് കീറേണ്ടി വരും. അങ്ങനെ കീറിക്കഴിഞ്ഞാൽ മാത്രമേ ലീക്ക് വരുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഇവന് നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ ഇവന് ചളിവെള്ളത്തിൽ ഓടുന്നതിൽ ഇവൻ സക്സസ് ആണ്. ഷൂ നനയാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഇനി നമുക്ക് ചെരുപ്പിലോട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചെരുപ്പ് നമ്മളിതിട്ടിട്ട് ചെരുപ്പ് ഇട്ടിട്ട് നടന്നു നോക്കാം. നടക്കാനെങ്കിലും സുഖമുണ്ടോ എന്തെങ്കിലും നോക്കിക്കളയാം കേട്ടോ. കാരണം വെള്ളം എന്തായാലും കയറുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ചെരുപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് നടന്നു നോക്കാം. ഇതേ കാലിന് മുകളിൽ ചെരുപ്പിൻ്റെ മുകളിൽ അത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതേ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം, കംഫർട്ടായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. സംഭവം ഗ്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഗ്രിപ്പുണ്ട്. ഇതിൻ്റെ അടിയിൽ തന്നേക്കുന്ന ഈ ഗ്രിപ്പ് നല്ല രസമുണ്ട് കാണാനായിട്ടല്ല, യൂസ് ചെയ്യുമ്പോൾ നല്ല ഗ്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. ഇതേ ചെരുപ്പിൻ്റെ മേളിൽ ഇട്ടേക്കുന്നത് ഷൂ ഇട്ടൊരു ഫീൽ കിട്ടുന്നില്ലേ? ഷൂ ഇട്ട പോലെ തോന്നുന്നില്ലടാ. ഗൈസ്, ചെരുപ്പിൻ്റെ മേളിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഷൂവിൻ്റെ പരിപാടി കഴിഞ്ഞാണ്. പിന്നെ ചെരുപ്പ് ഇട്ടിട്ട് ഇതിനകത്ത് കയറി നോക്കേണ്ട കാര്യമില്ല. എന്നാലും ചുമ്മാ ഈ ചെരുപ്പിന് വിഷമം വേണ്ട, അതേ നോക്കിയോ.
സമയത്ത് നമ്മൾ കാലിൽ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഷൂ കിടക്കുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല, കാരണം ഇതിനകത്ത് വെള്ളം കയറുന്നില്ല. സംഭവം സൂപ്പറാണ്. ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്യൽ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ ആകെ മൊത്തത്തിൽ ചളിയും അതുപോലെ തന്നെ മണലും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. കണ്ട ഫുൾ കച്ചറയാണ്. നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ആവുണ്ടോ നോക്കാം. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് അവിടെയൊക്കെ ചളിയുണ്ട്. ഒരു ബക്കറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് മുക്കിയെടുത്താൽ മതി. ഈ പീസ് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ബക്കറ്റിനകത്ത് വെള്ളം ഉണ്ടല്ലോ നോക്കാം. സംഭവം ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ഇടുന്ന നമ്മളെ ഷൂവിൻ്റെ അടിയിൽ, ഷൂവിൻ്റെ അടിഭാഗത്ത് കച്ചറയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകം കഴുകേണ്ട കാര്യമില്ല, കാരണം അതൊന്നും ആവില്ല. ഇത്രയും ചളി കളിച്ചിട്ട് മണ്ണിൽ കൂടെ നടന്നിട്ടൊന്നും ഇവനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. വേണ്ട, ഒരൊറ്റ മുക്കിൽ നമ്മൾ വെള്ളത്തിൽ മുക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം ക്ലീൻ. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവൻ എത്രത്തോളം ശക്തിമാനാന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. ഇത് നോക്കിയോ, ഇത് സിംഗിൾ മോൾഡിങ്ങിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന് വേറെ സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. മൊത്തത്തിൽ ഒരു ഒറ്റ മോൾഡിൽ ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്. എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വന്നേക്കുന്നത്, ഒട്ടിച്ചെടുത്തേക്കുന്നത് ഈ ഗ്രിപ്പ് വരുന്ന ഈ 2 പോർഷനും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് വരുന്ന ഈ ഒട്ടിക്കുന്ന ഈ 4 ഭാഗത്തായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടനും മാത്രമാണ്. അത് തന്നെ ബട്ടൺ ഞാൻ ആദ്യം കരുതിയത് ഇത് ഇരുമ്പിൻ്റെ ബട്ടൺ ആയതുകൊണ്ട് തുരുമ്പ് വന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ് വന്നേക്കുന്നത് കേട്ടോ. പ്ലാസ്റ്റിക്കാണ് പക്ക. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടാനോ അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാനോ സാധ്യതയില്ല. നമുക്കിത് ഇവനൊന്ന് വലിച്ചു നോക്കാം, ഇവൻ കീറി പോരുന്നുണ്ടോയെന്ന്. ഗൈസ്, കീറാനൊരു സാധ്യതയില്ല കേട്ടോ. പിന്നെ നഖമൊക്കെ വെച്ച് വലിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കീറിപ്പോരും. ഇത്രത്തോളം എനിക്ക് വലിക്കാൻ പറ്റത്തുള്ളൂ. ഇനി വല്ല ജിമ്മന്മാരെയും കൊണ്ടൊന്ന് വലിക്കേണ്ടി വരും. എത്രയും വലിച്ചിട്ട് ഇത് കീറിയിട്ടില്ല. ഇനി കൂടുതൽ ഇത് കീറാനായിട്ട് പിടിച്ച് വലിക്കുകയാണെങ്കിൽ കീറി പോകാൻ സാധ്യതയുണ്ട്. ആ കീറാനായിട്ട് ആരും ഇത് ഉപയോഗിക്കില്ലല്ലോ. നോക്ക്, പിന്നെ ഇതെൻ്റെ ഈ സംഭവം ഒന്നും വലിച്ചാൽ കീറി വരത്തില്ല. എൻ്റെ പൊന്നേ, ഇവൻ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. ഇവന് സംഭവം കിടുക്കാച്ചിയാണ്. നല്ല പവർഫുൾ ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് മഴയത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. മഴ എന്ന് പറഞ്ഞാൽ മഴ കൊണ്ട് പോകുമ്പോൾ ഇടാൻ എന്നല്ല, മഴക്കാലത്തൊക്കെ ചളിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റായിട്ട് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ മേഖലയിലുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. 100% ഇവന് നമ്മൾ ചെയ്തേക്കുന്ന ഈ ചെറുതാണെങ്കിൽ ചെറിയ ടെസ്റ്റിലൊക്കെ കൂടുതൽ ടെസ്റ്റിംഗ് ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ പവർ നോക്കണം, പിന്നെ ചെളിയിലിട്ട് നടന്നു നോക്കണം. അത് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടെസ്റ്റിങ്ങിൽ ഇവൻ. അപ്പോൾ ഗായ്സ്, ഇതുപോലുള്ള വെറൈറ്റി പ്രൊഡക്റ്റിൻ്റെ ഒക്കെ വെറൈറ്റി വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് ഞെക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, ഒന്ന് ഞെക്കിയിട്ടൊന്ന് അതും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.